ഹിറ്റ് അടിച്ച് എല്ലാ സംസാരിച്ചു ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കിഷ്കിന്താകാണ്ഡം പോലത്തെ കഥാപാത്രങ്ങൾ, സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ നടന്മാരും അല്ലെങ്കിൽ പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാൻ ഇന്ത്യൻ സിനിമകളുടെ പുറകെയാണ്. പക്ഷെ ലാലേട്ടൻ ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു വൃഷഭ എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ലാർജർ ആൻഡ് ലൈഫ് ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി. അപ്പം ഈ പടം എങ്ങനെയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പം കഥാപാത്രമാണോ നോക്കുന്നത് അല്ലെങ്കിൽ ലാർജർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണോ നോക്കുന്നത്? ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പ്രത്യേകതകളെല്ലായിട്ട് തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടില്ല. റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡിഫറെൻറ്റ് റീഇൻകാർണേഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൽ 2 ഈറയിൽ പറയുന്ന കഥയാണ്. സോ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ അത് കോണ്ടന്റ് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം, അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമാണ്. ആൻഡ് ഇറ്റ് ഹാസ് നോട്ട്, ഞാൻ അതാ പറയാം, സോ മെനി ആക്ഷൻസ്. സാധാരണ സിനിമ കാണാത്ത കൂടുതൽ ആക്ഷനുണ്ട്. ഡിഫറെൻറ്റ് പീരിയഡിലുള്ള ഫിലിമാണ്. ഒരു സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ മോർ ദാൻ എനി അതർ തിങ്. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. So I had that kind of confidence with Nanda Kishore. അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത്. അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി, എൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ്. താങ്ക് യു. ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാണോ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞു കാണാൻ വയ്യ പറയുകയാണല്ലോ വേണ്ട ലാലേട്ടൻ മമ്മൂക്ക ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറയുന്നുണ്ട്, ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്, അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റ് ഒരിക്കലും ഒരു കഥ എഴുതരുത്, ആ കഥയിൽ ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യാവൂ. അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രമായി മാറുമ്പോൾ തിയേറ്ററിൽ എഴുന്നേറ്റ് കൈയടിക്കുന്ന മൊമെന്റുകളും അല്ലെങ്കിൽ വിസിലടിക്കുന്ന രോമാഞ്ചിന്റെ ഒരുപാട് മൊമെന്റ് ഉണ്ട്. അപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് പഴയ നമ്മുടെ പല സിനിമകളിലെ ലാലേട്ടൻ ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെ ഉണ്ടാകും, ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എങ്ങനെ ഉണ്ടാകും ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ അതിൽ നേരത്തെ പറഞ്ഞു, ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല. ഒരുപാട് ആക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട്, ലൈക്ക് അതിൻ്റെ പീരിയഡ് ഫിലിമൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. അതിൻ്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഋഷഭാന്ന് ഒരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല, ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു. വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ക്യാൻ യു ആക്ട് ലൈക്ക് ദിസ്? ദി സ്റ്റോറി ഈസ് നോട്ട് റിട്ടൺ ഫോർ മോഹൻലാൽ, എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. I think am I right, Nanda? You wrote a story, then you invited me to that film. So he can give more ideas on this. Just tell me. They want to know. Yeah, I understood the question. I can understand clear Malayali. So, sir, to answer your question, when we write a subject, it will be about a king who is like this. So after you are drafting, and after you cannot draft something keeping some particular aesthetics in mind, then your story will be inclined towards that particular entity or person or drive. But when you want to write a story in the purest of form, then there will be no imagination. So after the story is done, when you look at the story and when you say that who can do this, who can pull it off, then there was no doubt, no question, it was only Lalatan sir. I did not see another alternate actor for that. So it is a blessing in disguise. This story, after being written, it was destined for Lal sir, is what I can say. ഇവിടെ മറ്റ് ആക്ടേഴ്സും കൂടി ഇവിടെ ഉണ്ട് ലാൽ സാറിനോടൊപ്പം തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ഡയറക്ടർ ഒരുപാട് കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിനോട് ഒരു കോമ്പിനേഷൻ ചെയ്തു. അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങൾ തമ്മിൽ. ഇപ്പം ലാലേട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുകളുടെ ലാലേട്ടൻ അത്രയും ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മാജിക് എന്താണ്? ഇപ്പം റീസെൻ്റ്ലി സംഗീതമായിട്ടായാലും പണ്ടോട്ടിലെ ചേർച്ചേട്ടൻ കിരവിച്ചേട്ടൻ അങ്ങനെ വലിയ ലെജൻസിൻ്റെ കൂടെ ഉൾപ്പെടെ കിടിലായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മാജിക് എന്താണ് ശരിക്കും?
അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പം എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ when I was doing films with the big actors like Prem Nasir sir or Shivaji Ganeshan sir or Amitabh Bachchan or Rajkumar sir or Nagesh Rao sir, the kind of love and affection they showed it to me, that was a lesson to me. And I have to carry that legacy and I am just giving to them. അതാണ് എൻ്റെ കാര്യം. അല്ലാതെ അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത്, എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത്, എത്ര നന്നായിട്ടാണ് അവരെ ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും ഒരു പുതിയ ആക്ടറാണ് അവർ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. They have given all the love and support to me. So it is my right and it is my, എന്താ പറയണ്ടേ, എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക, അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരടുത്ത് ചോദിച്ചാൽ അറിയുള്ളൂ. എനിക്ക് എൻ്റെ ധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ റൈറ്റ് ടു വർക്ക് വെരി ഓണസ്റ്റ്ലി വിത്ത് മൈ കൊളീഗ്സ്. അതാണ് എൻ്റെ ആൻസർ. ലാലേട്ടനകത്ത് ഏറ്റവും ഹാർട്ട്ഫുള്ളായിട്ട് ഫീൽ ചെയ്ത ഏതൊരു കോമ്പിനേഷൻ ആയിരിക്കും? ഏറ്റവും എക്സ്ട്രീമിൽ നല്ലൊരു മെമ്മറി ആയിട്ട് കിടക്കുന്നത് ഏതായിരിക്കും? എല്ലാ കോമ്പിനേഷനും എനിക്ക് മെമ്മറി തന്നെയാണ്. ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല. ഓരോ സിനിമ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഋഷഭയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഋഷഭയിൽ നല്ല വളരെ എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. നമുക്ക് മെമ്മറിയിൽ ഇപ്പോൾ ഓടിയെത്തുന്നത് ഋഷഭയിലെ സീനുകളാണ്. And don't tell the truth. Okay. No, it was actually one of the most memorable experiences, and I'm a very nervous kind of person, but with Lal sir, he would immediately just became like a friend. I was so comfortable and we would joke around, and every time like we would have a good dialogue and sir would rehearse lines, and my Malayalam is weak but I'm trying to learn, but Lal sir would tell me how to say it, and it was fantastic. It was a very amazing experience കേട്ടാൽ കൊള്ളായിരുന്നു. Because we like to hear people talk about our Lalatan. So I know the question is very common, but then they would like to hear your experience working with him. I think we all fall short of words whenever we talk about somebody like him, the magnum opus personality that he has. When you're in the presence of somebody who is such an outstanding performer, such an outstanding human being, I always ask him one question. Should I tell them, or I keep asking you regularly? You can tell us. Tell us. I ask sir one question. Everybody has 24 hours in a day. How do you do all the things that you do in that same 24 hours? Like, he's an entertainer, performer, magician, dancer, he's a singer, he's doing, chef. So I'm sure this is a known factor that everybody knows, but it really it intrigues me. And every time we were shooting, we would see a new video, or we would see something that he's doing constantly. You know, for somebody who's done so many films and so many achievements, I don't know how you do it in 24 hours, because everybody has only 24 hours. So this is something that all of us will agree to do, and I'm amazed. And we have to congratulate him for his award as well. Please, a huge round of applause. Another feather in the multiple feathers of the cap. So it was amazing working with him. I started my career in the Malayalam film industry with sir. And every day you learn so much from magnum opus personalities like Lal sir. So I think it was amazing. And Malayalam has given me so much love this year. This year has been fantastic with Hridaya Purvam and now with Rishabha. So I'm excited and I love doing Malayalam films. So I hope everybody loves us, and we had a great time doing the film. She just keep on asking. You have 24 hours, and it's not a secret. You can also do. I asked the Almighty something like for the time or some whatever. So he asked me if you have the inclination. I have the time. So I had that inclination, and he gave me the time. Thank you very much. Thank you. And have a wonderful evening. Thank you. ഇന്നത്തെ ഈ സായനത്തിൽ നമ്മളോടൊപ്പം ചേർന്ന ഇവർക്കും